പ്രേമം പോലൊരു സിനിമ കണ്ട് നിങ്ങൾ ഇൻസ്പയർഡ് ആയെന്ന് പറഞ്ഞാൽ ഐ വോണ്ട് ബിലീവ് ഇറ്റ്. അതുപോലൊരു സിനിമ എടുക്കാനാണ് ആഗ്രഹമെന്ന്. എന്നാലും എന്തിനാണ് പ്രേമം പോലൊരു സിനിമ എടുത്ത് നിങ്ങളിങ്ങനെ സ്വയം ഡീഗ്രേഡ് ചെയ്യപ്പെടുന്നത്? കാരണം ഇൻസ്പിറേഷൻ തോന്നേണ്ടത് ഒരു റിയൽ സ്റ്റോറിയിൽ നിന്നാണ്. ആസ് ലൈക്ക് ക്രിസ്റ്റഫർ നോളൻസിന്റെ ഇന്റർസ്റ്റെല്ലർ പോലെയോ സ്റ്റീഫൻ സ്പീൽബർഗിന്റെ എക്സ്ട്രാ ടെറസ്ട്രിയൽ പോലെയോ സംതിങ് ഇറ്റ് ഷുഡ് ബി ജെനുവിൻ ആക്ച്വലി. ബട്ട് സാർ, പ്രേമം ഒരു ജെനുവിൻ മൂവി അല്ലേ? അത് കൊറിയൻ പടത്തിന് കോപ്പി അടിച്ച സബ്ജക്റ്റ് ഒന്നുമല്ലല്ലോ. ആര് പറഞ്ഞു? Who said? പ്രേമം is a copycat of some Indian movies. I will prove it. ഉദാഹരണത്തിന് ഈ പ്രേമം പടത്തിലെ നായകൻ ഫസ്റ്റ് പ്രേമിക്കുന്നത് തൻ്റെ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ഒരു പെണ്ണിനെയാണ്. ഇത് തന്നെയാണ് ഒരു ജീവാ സാമന്ത പടം നീതാനിയൻ പൊൻവസന്തം. നായകൻ രണ്ടാമത് പ്രേമിക്കുന്നത് സ്വന്തം ടീച്ചറിനെയാണ്. ആ കോൺസെപ്റ്റും കോപ്പീഡാണ് ഫ്രം ഷാരൂഖ് ഖാൻ ഫറാ ഖാൻ മൂവി മേഹൂന. ആൻഡ് നായകൻ അവസാനം ആദ്യ കാമുകിയുടെ അനിയത്തിയെ പ്രേമിക്കുന്നു. നമ്മുടെ കസ്തൂരിമാൻ പടത്തില് ഷമ്മി തിലകൻ അയാളുടെ ഭാര്യയുടെ അനിയത്തി മീര ജാസ്മിനെ പ്രേമിക്കുന്ന പോലെ. കണ്ടോ? പ്രേമം ഈസ് എ കോപ്പി ക്യാറ്റ് ഓഫ് തമിഴ്, ഹിന്ദി ആൻഡ് മലയാളം മൂവീസ്. ചുരുക്കി പറഞ്ഞാൽ പണ്ട് നമ്മുടെ പ്രിയദർശൻ 3-4 ഇംഗ്ലീഷ് പടം അടിച്ചു മാറ്റി ഒന്നിച്ചു ചേർത്ത ഒരു മലയാള പടം ആക്കി ഇറക്കിയ പോലെ. അതാ പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ കണ്ടെത്തലുകളെ തള്ളിക്കളയാനാവില്ല. പ്രേമം ഈസ് എ സ്റ്റുപ്പിഡ് മൂവി ആൻഡ് ഇറ്റ്സ് ഫീബിൾ. പക്ഷേ സാറെന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് പ്രേമം പോലൊരു പടം എടുക്കാൻ ആഗ്രഹം. ഒരു തിരക്കുള്ള സിനിമാ നിരൂപകൻ എന്ന നിലയിൽ ഓക്കെ നിങ്ങൾ എൻ്റെ ഹെൽപ്പ് ചോദിച്ച് വന്ന സ്ഥിതിക്ക് ഐ വിൽ ടീച്ച് യു ഹൗ ടു മേക്ക് എ മൂവി ലൈക്ക് പ്രേമം. കൊക്കിന് കിട്ടി. കമോൺ ബോയ്സ്, ഇതാണ് പാലം പിടിച്ച പ്രേമം പിടിച്ച പാലം. ഒരു സാധാരണ തല്ലിപ്പൊളി മലയാള സിനിമയ്ക്ക് 2 പാർട്സ് ആണുള്ളത്. അതായത് ഇന്റർവെല്ലിന് മുമ്പ്, ഇന്റർവെല്ലിന് ശേഷം. ബട്ട് പ്രേമം പോലൊരു മൂവിയാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സിനിമയ്ക്ക് 3 പാർട്സ് ഉണ്ട്. നായകന്റെ ആദ്യത്തെ പ്രണയം, നായകന്റെ നടുക്കത്തെ പ്രണയം, അവന്റെ ഒടുക്കത്തെ പ്രണയം. ബലേ ബോയ്സ്, ഇനി പ്രേമ മൂവിയേക്കാൾ കളക്ഷൻ വേണമെങ്കിൽ കളക്ഷൻസിന്റെ എണ്ണം കൂട്ടണം. ഐ മീൻ നായികമാരുടെ എണ്ണം കൂട്ടണം. നായകൻ 4, 5, 6 തവണ പ്രണയിക്കട്ടെ. ഓരോ പ്രണയത്തിനും ഓരോ നായികമാർ. സാറേ, അപ്പൊ ഈ ലൊക്കേഷനിൽ ഇമ്പോർട്ടൻസ് ഉണ്ടോ? Brilliant question. Brilliant. താങ്ക്സ് സാർ. Sit down boys. Sit down. ലൊക്കേഷൻ ഇസ് ദ ഒക്കേഷൻ ഫോർ ദ സിറ്റുവേഷൻ. അതായത് ഒക്കേഷൻ ആകുന്ന കഥയുടെ സിറ്റുവേഷൻ ആകണം ലൊക്കേഷൻ. അത് പ്രകാരം ലൊക്കേഷന് വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ബൈ ദ ബൈ, ആൽഫോൺസ് പുത്രൻ ആലുവക്കാരനായതുകൊണ്ട് പടം ആലുവയിലെടുത്തു. വിനീത് ശ്രീനിവാസനെ നോക്കൂ. അയാളുടെ കഥ നടക്കുന്നത് കേരളത്തിലാണെങ്കിലും ചെന്നൈ പട്ടണത്തിലാണെങ്കിലും അങ്ങ് ദൂരെ മലേഷ്യയിലാണെങ്കിലും നായകൻ തലശ്ശേരിക്കാരനായിരിക്കും. എനിവേ, നിങ്ങളുടെ സ്വദേശം എറണാകുളം വൈറ്റില. ഓക്കെ, നായകൻ വൈറ്റിലക്കാരനായിക്കോട്ടെ. വൈറ്റില പുഴയിൽ നമുക്കൊരു റൊമാൻറ്റിക് സോങ്. വൈറ്റിലയിൽ പുഴയില്ല സാർ. ഒരു കുളം പോലുമില്ല അവിടെ ഒന്നുമില്ല. വാട്ട് എ പിറ്റി. പിന്നെ സാറേ, മഴക്കാലത്ത് കെട്ടിലെല്ലാം വെള്ളം നിറഞ്ഞ റോഡ് കുളവും. വൈറ്റിലേക്ക് എടുത്ത് കണിയാമ്പുഴ എന്ന് പറഞ്ഞൊരു സ്ഥലത്തുണ്ട് സാർ. മതി, അത് മതി. കമോൺ ബോയ്സ്, കമോൺ. കണിയാമ്പുഴയുടെ തീരത്ത് കൂട്ടാരുമില്ല നേരത്ത് എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു റൊമാൻറ്റിക് സോങ് നമുക്കവിടെ ഷൂട്ട് ചെയ്യാം. ഷോട്ട്. അപ്പൊ സാറേ, ഈ ക്യാമറ ഇങ്ങനെ കൈകാര്യം ചെയ്യേണ്ടത് ട്രൈപോഡോ സ്റ്റാൻഡോ വേണം? വേണ്ട. ആ വക കുന്ത്രാണ്ടങ്ങളൊന്നും വേണ്ട. ക്യാമറ കയ്യെ പിടിച്ചാൽ മതി. ഷെയ്ക്കാവൂലേ? ഷെയ്ക്കാകുമെന്നോർത്ത് നിങ്ങൾ പേടിക്കേണ്ട. എത്രത്തോളം ഷെയ്ക്കാകുന്നു അത്രത്തോളം വിഷ്വൽസ് മനോഹരമാകും. ഷൂട്ട് ചെയ്യുമ്പോ വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കണോ സാറേ? ഷൂട്ട് ചെയ്യുമ്പോൾ ഫ്രെയിമിൽ വന്ന് പെടുന്ന പൂമ്പാറ്റ, തുമ്പി, ഉറുമ്പ്, പല്ലി, തേരട്ട, തവള തുടങ്ങി ഒരു ജീവിനെയും വിട്ട് കളയരുത്. എഡിറ്റിംഗ് സമയത്ത് അവിടെ ഇവിടെ കുത്തി കയറ്റാൻ നമുക്ക്. പടം ന്യൂ ജനറേഷൻ ഒക്കെ വല്ലതും ചെയ്യണോ? ഒരു പടം പിടിച്ചു കരുതി പാലത്തിൽ കൂടി വഴി നടക്കാൻ പറ്റുള്ളല്ലോ.
ന്യൂ ജനറേഷനൊക്കെ സാധാരണ ഇതുപോലെ തെറി ചേർക്കാറാണ് പതിവ്. പക്ഷേ ഞാൻ തിരിച്ചു വരുമ്പോ ഇവിടെ കേട്ടാ നിന്റെ ഒക്കെ കാലിലൊടിക്കും. നമുക്ക് കേട്ടോ ക്ലാസ് സ്റ്റുഡിയോയിലേക്ക് മാറ്റാം. അതാ അതാ നല്ലത്. ആ അതാ നല്ലത്. ഓക്കെ കമോൺ ബെലെ ബോയ്സ് കം ഫാസ്റ്റ് ആസ് വെൽ ആസ് റീസൺ ആസ് പോസിബിൾ. പോയിട്ട് കുറെ പടങ്ങളുടെ റിവ്യൂ എഴുതാനുള്ളതാണ്. കണ്ടു, ഇത്രയൊക്കെ ചെയ്താ ഇതുപോലെ പടം ഹിറ്റാവും. ഇങ്ങനെയൊക്കെ ചെയ്ത പടം ഹിറ്റാവും. പിന്നെ ഹിറ്റാവും അല്ലടാ. വൈ ആർ യു റേസിംഗ് യുവർ വോയിസ്? നിർത്തടാ, പടോടാണ് ഇത് മാത്രം മതി. എടാ മാധവന്റെ മോൻ രജീഷേ, Hey, what the hell, man? എടാ പുല്ല് ഊശാന്താടി, ഞങ്ങളിവിടെ എന്തിനാ വന്നറിയോ? എന്തിനാ? Now it's time to review the movie പ്രേമം. പ്രേമം എന്ന ചിത്രം മലയാളികളുടെ അറപ്പ് തോന്നിക്കുന്ന ഒരു വൈകാരിക വയറിളക്കം മാത്രമാണ്. അതിനെ പൊതുവായ ന്യൂജൻ ജീർണതയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നതല്ലാതെ ചിത്രത്തിൽ പുതുമ ഒന്നും തന്നെ. അവന്റെ ഒരു ഒടുക്കത്തെ റിവ്യൂ കുറച്ചില് ഡയറക്ടറിന്റെ ആർട്ടിസ്റ്റ് 2.5 വർഷത്തെ കഠിനോദ്ധാനമാണ്. നീ തിയേറ്ററിൽ പോയി 2.5 മണിക്കൂർ കണ്ട് ആസ്വദിച്ചത് അറിയാമോ? തിയേറ്ററിലാ? അതിനാരും തിയേറ്ററിൽ പോയി? ഞാൻ പടം വീട്ടിലിരുന്നാ കണ്ടത്. എടാ ആറാട്ടുമുണ്ട, പടം തിയേറ്ററിൽ പോയി കാണാത്ത നീയാടാ മലരെ സിനിമ നിരൂപകൻ. നിനക്ക് ക്യാമറ നേരാമണം പിടിക്കറിയോ? എടാ നേരാമണം ഒരു കഥ സ്വന്തമായിട്ട് ഉണ്ടാക്കറിയോ? ഓ, എന്നിട്ട് അവന്റെ തൊലിഞ്ഞ റിവ്യൂ കേൾക്കണം. ഇവിടുത്തെ പടങ്ങൾക്ക് ക്ലാസിക് സിനിമയുടെ കാൽപ്പനികതയില്ല, പൈതൃകം പോരാ. അതൊക്കെ പോട്ടെ നോക്കിയാ ലാലന്റെ സൂപ്പർ ഹിറ്റ് പടം ദൃശ്യത്തിന് ഇവൻ കൊടുത്ത റേറ്റിംഗ് എത്ര അറിയോ? 5-1. മമ്മൂക്കയുടെ 2 പടം ബോക്സ് ഓഫീസ് അടുപ്പിച്ച് പരാജയപ്പെടുമ്പോൾ തുടങ്ങും താരദൂത്യം അവസാനിച്ചു എന്ന്. അന്തരാസ് കുന്തരാസ് തള്ള കലിപ്പ് തീരണില്ലല്ല. ഈ പന്നി ബാംഗ്ലൂർ ഡേയ്സ് കൊടുത്ത റേറ്റിംഗ് അറിയോ? ബാംഗ്ലൂർ ഡേയ്സാ? അതാരുടെ പടം? ബാംഗ്ലൂർ ഡേയ്സ് എന്ന പടത്തെ പറ്റി നീ കേട്ടിട്ടില്ല? പുല്ലേ, ബാംഗ്ലൂർ ഡേയ്സ് സിനിമ. ബാംഗ്ലൂരിലെ ഡേയ്സാ? ഓ, ഐ റിമെമ്പർ. സോറി ട്ടോ. അല്ലു അർജുന്റെ പടം. അതിനൊരു കാല് കൊടുക്കാം. കാല ആരുടെ കാല്? കാൽ. എന്റെ റേറ്റിംഗ് 1/4. ഒരു കാല് കൊടുക്കേണ്ട വയസ്സല്ല, കൈയും കാലം ഒടിക്കേണ്ട വയസ്സാണ്. ഓക്കറാണ്. ആസക്തികൾക്കു പിന്നാലെ അലസഗമനം നടത്തുന്ന നായകനെയും കൂട്ടാളികളെയും ഇവിടെ മലയാളി ആഘോഷമാക്കും. കുറെ നേരമായിട്ട് എൻ്റെ ഒരു ഡൗട്ടാണ്, എന്തിനാ നിങ്ങളെന്ന് നീ പാഠപുസ്തക സമയത്തിന് അച്ചടിച്ചു കൊടുക്കില്ല. പ്രേക്ഷകരുടെ ആസ്വാദന ശേഷിയുടെ അളവുകോലിനെ പരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെ ഒരു കോപ്രായം. ആഭ്യന്തരമന്ത്രിയെ കണ്ട നിനക്കൊന്ന് എഴുന്നേറ്റ് പ്രമാണിച്ചോ? റിപ്പീറ്റഡ് പ്ലോട്ട്, stupid ideas and some verbal diarrhea. റോട്ടില് മൊത്തം തെരുവ് നായ്ക്കള്. അയ്യോ തലനിരക്ക് പേപ്പട്ടിയെ കണ്ട നീ തല്ലിക്കൊല്ലാൻ സമ്മതിക്കൂല അല്ലടാ. പ്രേമം is a stupid movie. Go and get a life. നിങ്ങളെന്തിനാ ഇപ്പൊ എല്ലാരും കൂടി ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിനക്ക് ഈ സിറ്റുവേഷൻ കണ്ടിട്ടൊന്നും മനസ്സിലായില്ല? ഇല്ല. ഓഹോ, ഇതുപോലെ ഷോട്ട് നിനക്ക് ഓർമ്മയില്ല? ഇല്ല. അപ്പൊ ഇങ്ങനെ ഒരു സീൻ നീ കണ്ടിട്ടേ ഇല്ല? ഇല്ല. അപ്പൊ നീ പ്രേമം പടം ഫുള്ള് കാണാനാടാ പുല്ല റിവ്യൂ എഴുതിയത്? റിവ്യൂവർ രജീഷേ, നീ വേണമെങ്കിൽ ക്രിസ്റ്റഫർ നോളന്റെ സൈക്കോ പടത്തിനോ സ്പീൽബർഗിന്റെ അജ്ഞാതീയ പടത്തിനോ വേണമെങ്കിൽ റിവ്യൂ എഴുതി കളിച്ചോ. പക്ഷെ ഇവിടുത്തെ സിനിമ കാണാൻ നിന്നെ ചോർച്ചു തീർക്കാനുള്ള റിവ്യൂ എടുത്തും പടത്തിൽ ഇതോടെ നിർത്തിക്കൊള്ളണം. കാരണം നാളെ അല്ലെങ്കിൽ മറ്റന്നാ ഞങ്ങൾക്കൊരു പടം എടുക്കണോടാ, മനസ്സിലായടാ? വാടാ. മച്ചാനെ, ഇപ്പൊ റൂട്ട് ക്ലിയർ ആയാലേ നമുക്ക് പ്രേം പോലെ ഒരു പടം പിടിച്ചാലേ?
കട്ടൊന്നും അഴിച്ചു വിടായിരുന്നില്ലേ?